ഇറാന്റെ വിജയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുജ്തബ കമീനി. അമേരിക്കയും ഇസ്രയേലിനും ഇത് കനത്ത തിരിച്ചടിയാണ്. വെടിനിർത്തലിന് ശേഷമാണ് ഈ ഒരു പ്രഖ്യാപനം നടന്നിരിക്കുന്നത്. അതാണ് തിരിച്ചടിയായിട്ടുള്ളത്. എന്തായാലും മധ്യപൂർവേഷ്യയുടെ മരുഭൂമികൾക്ക് മീതെ ഒരു നിശബ്ദമായിട്ടുള്ള കൊടുങ്കാറ്റ് രൂപം കൊണ്ടിരുന്നു. ലോക ശക്തികൾ തമ്മിലുള്ള സംഘർഷം പുതിയ ഉയരത്തിലേക്ക് ഉയരുമ്പോൾ ഓരോ രാജ്യവും തങ്ങളുടെ നിലപാടുകൾ ശക്തമാക്കിക്കൊണ്ടിരുന്നു. അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും സമ്മർദ്ദം വർദ്ധിപ്പിക്കുമ്പോൾ ഇറാൻ ഒരു രാഷ്ട്രം എന്ന നിലയിൽ അതിന്റെ ആത്മവിശ്വാസവും അഭിമാനവും കാത്തു സൂക്ഷിക്കാൻ ഉറച്ചുനിന്നു. ആ പ്രതിസന്ധിയുടെ നടുവിൽ ലോകം ശ്രദ്ധിക്കാതെ പോയ ഒരു ശക്തിയായ ചൈന നിശബ്ദമായി. പക്ഷേ അതീവ കൃത്യമായിട്ട് തന്റെ നീക്കങ്ങൾ ആരംഭിച്ചു. ഇറാനിലെ ഒരു പ്രഭാതം. നഗരം പുറത്തുനിന്ന് ശാന്തമായിരുന്നുവെങ്കിലും അതിന്റെ ഉള്ളിൽ ഒരു ശക്തമായിട്ടുള്ള വികാരം പൊങ്ങിക്കൊണ്ടിരുന്നു. പ്രതിരോധത്തിന്റെ ആത്മാവായിരുന്നു. ഇറാനിലെ ജനങ്ങൾ അവരുടെ രാജ്യത്തെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിരായിട്ട് മാത്രമല്ല, മറിച്ചൊരു ആശയമായിട്ടാണ് കണ്ടത്. അവരുടെ ചരിത്രവും വിശ്വാസവും ത്യാഗങ്ങളും ചേർന്ന ഒരു ആത്മാവ്. ഈ ആത്മാവിനെയാണ് അവരുടെ നേതാക്കൾ ഉയർത്തിപ്പിടിച്ചത്. അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരായ പോരാട്ടത്തിൽ ഇറാനിലെ ജനങ്ങൾ വിജയിച്ചു എന്ന ആത്മവിശ്വാസം അവർ തുറന്നു പറഞ്ഞു. ഈ ഒരു ആത്മവിശ്വാസം വെറും വാക്കുകളല്ലായിരുന്നു. യുദ്ധത്തിന്റെ നിഴൽ പോലും ഇറാനിയൻ ജനതയുടെ ഐക്യവും സഹിഷ്ണുതയും ലോകത്തെ വിസ്മയിപ്പിച്ചു. പള്ളികളിലും തെരുവുകളിലും അവരുടെ സാന്നിധ്യം ഒരു സന്ദേശമായിരുന്നു. അവർ വഴങ്ങില്ല. അവരുടെ ത്യാഗങ്ങൾ, അവരുടെ രക്തസാക്ഷികൾ, അവരുടെ ശ്വാസം ഇവയൊക്കെയാണ് ഒരു ശക്തമായിട്ടുള്ള ഇറാനെ രൂപപ്പെടുത്തിയത്. ഈ ഒരു പ്രതിരോധത്തിന്റെ ആത്മാവ് ഒരു രാഷ്ട്രത്തെ മാത്രം രക്ഷിച്ചില്ല, അതൊരു പുതിയ ലോക ദർശനത്തിന് അടിത്തറയിട്ടു. അതേസമയം തന്നെ ചൈനയിൽ മറ്റൊരു കഥ പിറക്കുകയായിരുന്നു. ചൈന ശക്തി പ്രകടനത്തിലൂടെ അല്ല, മറിച്ച് നയതന്ത്രത്തിന്റെ സൂക്ഷ്മമായിട്ടുള്ള വഴികളിലൂടെ ഈ ഒരു പ്രതിസന്ധിയെ സമീപിച്ചു. ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നത് യുദ്ധത്തിന്റെ ശബ്ദത്തിലായിരുന്നപ്പോൾ ചൈന ശാന്തമായ സംഭാഷണങ്ങളിലൂടെ ഒരു പുതിയ വഴി തുറക്കുകയായിരുന്നു. ഇറാനെ ചർച്ചാ മേശയിലേക്ക് നയിക്കാൻ അവർ നടത്തിയ ശ്രമങ്ങൾ ഒരു സഖ്യത്തിന്റെ ശക്തി മാത്രമല്ല, ഒരു വിശ്വാസത്തിന്റെ പ്രതിഫലനവുമായിരുന്നു. ഇറാനും ചൈനയും തമ്മിലുള്ള ബന്ധം വർഷങ്ങളായിട്ട് വളർന്നു വരുന്ന ഒരു ദൃഢബന്ധമാണ്. അത് വെറും ഒരു വ്യാപാര ബന്ധമല്ല, അത് പരസ്പര ബഹുമാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അടിത്തറയിൽ നിൽക്കുന്ന ഒരു സഖ്യമാണ്. ലോകത്തിലെ വലിയ ശക്തികൾ സമ്മർദ്ദം ചെലുത്തുമ്പോൾ പോലും ഈ ഒരു രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കാൻ തിരഞ്ഞെടുത്തു. ചൈനയ്ക്ക് ഇറാൻ ഒരു പ്രധാന പങ്കാളിയാണ്. ഇറാന് ചൈന ഒരു വിശ്വസനീയ കൂട്ടാളിയുമാണ്. ഈ യുദ്ധത്തിന്റെ ഭീഷണി ഉയർന്നപ്പോൾ ഈ ബന്ധത്തിന്റെ യാഥാർത്ഥ്യ ശക്തി ലോകം കണ്ടു. ഈ ഇറാനെ ചർച്ചകളിലേക്ക് പ്രേരിപ്പിക്കുന്നതിൽ ചൈന നിർണായക പങ്ക് വഹിച്ചു. എന്നാൽ അത് സമ്മർദ്ദത്തിലൂടെ അല്ലായിരുന്നു, അത് വിശ്വാസത്തിലൂടെ ആയിരുന്നു. ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് പറയുന്നത് പോലെ സമാധാനം തിരഞ്ഞെടുക്കുക എന്ന സന്ദേശം. ഈ സമീപനമാണ് ചൈനയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇസ്ലാമാബാദ്, ആങ്കാറ, ദോഹ ഈ നഗരങ്ങൾ എല്ലാം നയതന്ത്ര ചർച്ചകളുടെ കേന്ദ്രങ്ങളായിട്ട് മാറിയപ്പോൾ യഥാർത്ഥ കഥ ചൈനയും ഇറാനും തമ്മിൽ എഴുതപ്പെട്ടുകൊണ്ടിരുന്നു. ലോകം കാണാത്ത ഇടങ്ങളിൽ ഫോൺ കോളുകൾ, രഹസ്യ ചർച്ചകൾ, വിശ്വാസത്തിന്റെ കൈമാറ്റങ്ങൾ ഇവയൊക്കെയാണ് ഒരു വെടിനിർത്തലിലേക്ക് നയിച്ചത്. അത് താൽക്കാലികമായിട്ട് ഇരുന്നാലും അതിന്റെ പ്രാധാന്യം വളരെ വലുതായിരുന്നു. ഹോർമുസ് കടലിടുക്ക് ലോകത്തിന്റെ ഊർജ്ജധമനി ഈ ഒരു സംഘർഷത്തിന്റെ ഹൃദയഭാഗമായിരുന്നു. അത് അടച്ചുപൂട്ടപ്പെട്ടപ്പോൾ ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ തന്നെ തകർച്ചയുടെ വക്കിലായി. എന്നാൽ ഇവിടെ പോലും ചൈനയുടെ ഇടപെടൽ നിർണായകമായി. ബലപ്രയോഗമില്ല, സംഭാഷണമാണ് പരിഹാരമെന്ന നിലപാടിൽ അവർ ഉറച്ചു നിന്നു. ഇറാനെ പിന്തുണച്ചുകൊണ്ട് അവർ സമതുലിതമായ സമീപനം അവതരിപ്പിച്ചു. ഇറാന്റെ ശക്തി വെറും ഒരു സൈനിക ശക്തിയല്ല, അതൊരു ജനതയുടെ ആത്മാവാണ്. അവരുടെ ഐക്യം, അവരുടെ വിശ്വാസം, അവരുടെ ചരിത്രം ഇവയാണ് അവരുടെ യഥാർത്ഥ ആയുധങ്ങൾ. യുദ്ധത്തിന്റെ സമയത്ത് പോലും ഈ ഘടകങ്ങൾ കൂടുതൽ ശക്തമായിട്ട് പ്രകടമായി. ഒരു രാഷ്ട്രം എങ്ങനെ പ്രതിസന്ധിയെ നേരിടണം എന്നതിന് ഇറാൻ ഒരു ഉദാഹരണമായിട്ട് മാറി. ചൈനയുടെ പങ്കും അതുപോലെ തന്നെ ശ്രദ്ധേയമാണ്. ലോകരാഷ്ട്രത്തിൽ ഒരു പുതിയ മാതൃകയാണ് അവർ അവതരിപ്പിക്കുന്നത്. ശക്തി പ്രകടനത്തിന് പകരം സഹകരണവും നയതന്ത്രവുമാണ് അവരുടെ ആയുധങ്ങൾ. ഇറാനുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത് ഈ ദർശനത്തിന്റെ ശക്തമായിട്ടുള്ള ഉദാഹരണമാണ്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിന്റെ മുൻനിരയിൽ ഈ രണ്ട് രാജ്യങ്ങളും നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒരു പുതിയ ലോകക്രമത്തിന്റെ ഉദയമാണ്. അമേരിക്കയുടെ ഏകാധിപത്യ സ്വാധീനം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പുതിയ സഖ്യങ്ങൾ ഉയർന്നു വരുന്നു. ഇറാനും ചൈനയും ചേർന്ന് ഒരു സമതുലിതമായ ലോകത്തിനുള്ള വഴി തുറക്കുകയാണ്.
അത് വെറും ഒരു രാഷ്ട്രീയമല്ല, അതൊരു ദർശനമാണ്. ഇറാന്റെ നേതാക്കൾ പറഞ്ഞതുപോലെ ഒരു ശക്തമായിട്ടുള്ള ഇറാൻ നിർമ്മിക്കാൻ ജനങ്ങളുടെ പങ്കാളിത്തം നിർണായകമാണ്. ഈ ഒരു ആശയം ചൈനയുടെ ദർശനവുമായിട്ട് പൊരുത്തപ്പെടുത്തുന്നു. ഇരുവരും വിശ്വസിക്കുന്നത് ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി അതിന്റെ ജനങ്ങളിലാണ് എന്നതാണ്. ഈ ഒരു വിശ്വാസമാണ് അവരുടെ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുന്നത്. കാലം കടന്നു പോകുമ്പോൾ ഈ ഒരു ബന്ധം കൂടുതൽ ദൃഢമാകും. സാമ്പത്തിക രംഗത്തും സാങ്കേതിക രംഗത്തും സുരക്ഷാ മേഖലയിലും ഇറാനും ചൈനയും ചേർന്ന് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ അനന്തമാണ്. ഈ ഒരു കൂട്ടായ്മ മറ്റ് രാജ്യങ്ങൾക്കും ഒരു മാതൃകയായി മാറും. അവസാനം ഇതൊരു കഥ മാത്രമല്ല, ഇതൊരു മാറ്റത്തിന്റെ കഥയാണ്. ഒരു പുതിയ ലോകത്തിന്റെ തുടക്കമാണ്. യുദ്ധവും സംഘർഷവും നിറഞ്ഞ ഒരു ലോകത്തിൽ സഹകരണത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒരു പ്രകാശകിരണം. ആ പ്രകാശം ടെഹ്റാനിൽ നിന്നുമാണ് ഉയരുന്നത്. ബീജിങ്ങിലൂടെ ലോകത്തേക്ക് പടരുകയാണ്. ഇത് ഇറാന്റെയും ചൈനയുടെയും കഥയാണ്. ഈ ഒരു കഥ, അല്ലെങ്കിൽ ഈ ഒരു സഖ്യത്തിന്റെ കഥ, ഈ ഒരു വിശ്വാസത്തിന്റെ കഥ ഒരു പുതിയ ഭാവിയുടെ കഥയായിട്ട് മാറുകയാണ്. എന്തായാലും ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ട് വളരെ ദൃഢമാകുമ്പോൾ ഇന്ന് അമേരിക്കയും ഇസ്രയേലിനെ കളിയാക്കുന്നവർ ഏറെയാണ്. ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ആളുകളെ പറ്റിച്ചും ലോകത്തെ പറ്റിച്ചും നിൽക്കുന്ന ഒരു കൂട്ടുകെട്ടിനെ പരിഹസിച്ചുകൊണ്ടാണ് ചൈനയുടെയും ഇറാന്റെയും സുഹൃത്ത് ബന്ധം, അല്ലെങ്കിൽ ആഴത്തിലുള്ള ആ ഈ ദൃഢമായിട്ടുള്ള ബന്ധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോക മാതൃകയാക്കണം എന്ന് പറയുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല എങ്കിൽ പോലും ഇറാനോടുള്ള സ്നേഹവും ബന്ധവും കൊണ്ട് തന്നെ പല സഹായങ്ങളും ചൈനയും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു രാജ്യമാണ് റഷ്യയും. റഷ്യയും അതുപോലെ തന്നെയാണ്, നല്ലൊരു ബന്ധത്തിലാണുള്ളത്. ആ ഒരു ബന്ധം മുഖേന തന്നെ ഇന്ന് ഇറാന് നല്ല സഹായങ്ങളും നല്ല രീതിയിലുള്ള നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളും റഷ്യയും ചെയ്യുന്നുണ്ട്. എന്തായാലും റഷ്യയും ചൈനയും ഒരുമിച്ച് ഇറാനൊപ്പം രംഗത്തെത്തുകയാണെങ്കിൽ അതൊരു മറ്റൊരു ഭാവിയുടെ തുടക്കമാകും. എന്തായാലും ഉത്തര കൊറിയയും രംഗത്തുണ്ട്. ഒരിക്കൽ പോലും പൊതുകാര്യങ്ങളിൽ വന്ന് യുദ്ധത്തിനെതിരെ അല്ലെങ്കിൽ പരോക്ഷമായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും നയതന്ത്ര വഴിയായിട്ടുള്ള സഹായങ്ങളാണ് ഇന്ന് ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ബന്ധമാണ് അമേരിക്കയെ ചൊടിപ്പിക്കുന്നതും. എന്തായാലും ഇസ്രയേലും അമേരിക്കയും ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ചെയ്ത കാര്യങ്ങളൊന്നും ഇരു കൂട്ടരും ചെയ്തിട്ടില്ല. അവരെ വിശ്വാസത്തിന്റെയും ആത്മധൈര്യത്തിന്റെയും അതുപോലെ തന്നെ ഏറ്റവും നല്ല സുഹൃത്ത് ബന്ധത്തിന്റെയും അടയാളമായിട്ടാണ് കാണുന്നത്. അതിന്റെ ഒപ്പമാണ് പുടിനുമുള്ളത്, റഷ്യയുമുള്ളത്. ആ റഷ്യയുടെയും ഈ ചൈനയുടെയും ഇറാന്റെയും ഒക്കെ ബന്ധം കാണുമ്പോൾ ഇന്ന് അമേരിക്കയും ഇസ്രയേലും ആകെ വരണ്ടിരിക്കുകയാണ്. അമേരിക്ക ഇസ്രയേലിനെയും ഒരു രാജ്യങ്ങൾ പോലും അടുപ്പിക്കുന്നില്ല, അവരോടുള്ള സൗഹൃദം നിലനിർത്തുന്നില്ല, അവരെ കൂടെ കൂട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി വരുമ്പോൾ ഇവിടെ നേരെ വിപരീതമാണ് ഇറാന്റെ കാര്യത്തിൽ. ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ അടുപ്പിച്ചും അവർക്ക് സഹായങ്ങൾ ചെയ്തും റഷ്യയും ചൈനയും രംഗത്തെത്തുമ്പോൾ അതും മറ്റൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. എന്തായാലും ഈ തുടക്കങ്ങൾക്കൊപ്പം ലോകരാജ്യങ്ങളുമുണ്ട്. ഈ പശ്ചിമേഷ്യയുടെ കഷ്ടതയൊക്കെ അനുഭവിക്കുന്ന സമയത്തും ഈ ഒരു ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുന്ന ഇസ്രയേലും അമേരിക്കയും കള്ളത്തരങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കള്ളത്തരം പറയുകയും പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരം സൗഹൃദങ്ങൾക്കിടയിലും അല്ലെങ്കിൽ ഇത്തരം നയതന്ത്ര ബന്ധങ്ങൾക്കിടയിലും അല്ലെങ്കിൽ ഒരു രാജ്യത്തെ പറ്റിച്ചുകൊണ്ട് അവിടുത്തെ അധികാരവും അവിടുത്തെ പണപ്പെരുപ്പും ഒക്കെ തട്ടിയെടുക്കാൻ നോക്കുന്നതിനിടയിലാണ് ഏറ്റവും നല്ല വിശ്വാസവും അല്ലെങ്കിൽ ഏറ്റവും നല്ല ദൃഢമായിട്ടുള്ള ബന്ധവും ഏറ്റവും നല്ല നയതന്ത്രപരമായിട്ടുള്ള ചർച്ചകളും ഒക്കെ ഒരു ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നത്. അതായത് ചൈനയും അതുപോലെ തന്നെ ഇറാനും, ഇവർ തമ്മിലുള്ള ബന്ധമാണ് ഇന്ന് ലോകത്തിന് മുന്നിൽ അവർ കാട്ടുന്ന ഏറ്റവും വലിയ കരുത്തും അവരുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നതും.